നമസ്കാരം. കൈകളിലും കാലുകളിലും ഉണ്ടാകുന്ന പുകച്ചില്, തരിപ്പ്, മരവിപ്പ്, അതോടുകൂടി തന്നെ രാത്രി ഉറക്ക സമയത്ത് കൈ പെട്ടെന്നൊരു മരം പോലെയായിട്ട് അല്ലെങ്കിൽ ഷോക്ക് അടിച്ച പോലെയായിട്ട് കൂടെയുള്ള ആൾക്കാരോട് തിരുമ്പി തരാൻ പറയുക. രാവിലെ നമ്മൾ ചൂലെടുത്തൊന്ന് മുറ്റടിക്കുന്ന സമയത്ത് മരം പോലെയായിട്ട് കുറച്ച് സമയം ഒന്ന് കുടഞ്ഞതിന് ശേഷം വീണ്ടും പോവുക. ബൈക്കൊന്ന് ആക്സിലേറ്റർ കൊടുത്തിട്ടുണ്ടെങ്കിൽ വണ്ടി കുറച്ച് നേരം നിർത്തിയിട്ട് വീണ്ടും ഒന്ന് കുറേ സമയം കൈ കുടഞ്ഞിട്ട് വീണ്ടും കണ്ടിന്യൂ ചെയ്ത് പോവുക. ഇങ്ങനെയൊക്കെ കൂടുതൽ ഇപ്പോൾ ആൾക്കാർ ഇതിൽ കാണുന്നുണ്ട്. മുന്നേ ഇതൊക്കെ തന്നെ കുറച്ച് പ്രായമായിട്ടുള്ള ആൾക്കാരിലായിരുന്നു കണ്ടിരുന്നത്. 40 വയസ്സിന് മുകളിലുള്ള ആൾക്കാർക്ക് കണ്ടിരുന്ന ഈ അസുഖം ഇപ്പം കൂടുതലായിട്ട് ചെറുപ്പക്കാരത്തിൽ തന്നെ കണ്ടുവരുന്നുണ്ട്. അതുപോലെ തന്നെ പ്രമേഹ രോഗികളിൽ പെട്ടെന്ന് തന്നെ കാലിൽ മുറിവ് വരിക, അല്ലെങ്കിൽ കാലിന് തരിപ്പ് വന്നിട്ട് മുറിവുകളോ കാര്യങ്ങളോ വന്നിട്ട് അറിയാണ്ടിരിക്കുക, ഈച്ചകളോ മറ്റ് പുഴുക്കളൊക്കെ വന്ന് നിറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ അവരത് അറിയാതെ പോവുക. ഇങ്ങനെയൊക്കെ കാണുന്ന തരിപ്പുകൾ നമ്മുടെ ക്ലിനിക്കിലൊക്കെ ഒരു പേഷ്യൻ്റ് മുന്നേ വന്നിരുന്നു. അവരെന്താ വെച്ചാൽ കാലിൽ തന്നെ ഫുള്ള് മുറിവായിട്ട് വേറൊരു ക്ലിനിക്കിൽ കാണിച്ച സമയത്ത് അവരോടത് മുറിവ് വന്നിട്ട് ചെറുവിരൽ മുറിച്ച് മാറ്റണം, അല്ലെങ്കിൽ കാൽപാദം വരെ തന്നെ മുറിച്ച് മാറ്റേണ്ടി വരുമെന്ന് പറഞ്ഞു. അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്ത് അവർക്ക് കുറച്ച് ഡെയിലി റൂട്ടീൻസും മെഡിസിനും കാര്യങ്ങളൊക്കെ കൊടുത്ത സമയത്ത് അവർക്ക് നമുക്ക് ഈ രോഗത്തിൽ നിന്ന് തന്നെ അവരെ രക്ഷപ്പെടുത്താൻ പറ്റിയിട്ടുണ്ട്. ഇങ്ങനെ കാണുന്ന തരിപ്പിനെ പറ്റിയിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ പറയുന്നത്. ഞാൻ ഡോക്ടർ ആഫിയാലോ, സീനിയർ കൺസൾട്ടൻറ്റ്, ഡോക്ടർ ബാസസ് ഹോമിയോ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല. നമ്മുടെ ശരീരത്തിൽ ഒരുപാട് നെർവ്സുകളുണ്ട്. ഈ നാഡികൾക്കൊക്കെ തന്നെ ഉണ്ടാകുന്ന എന്തെങ്കിലും കേടുപാടുകളാണ് നമ്മൾ ന്യൂറോപ്പതി എന്ന് പറഞ്ഞ കണ്ടീഷനായിട്ട് പറയുന്നത്. ന്യൂറോപ്പതി പ്രധാനമായിട്ടും 2 രീതിയിലാണ് പറയുന്നത്. മോണോ ന്യൂറോപ്പതിയും അതേപോലെ പോളി ന്യൂറോപ്പതിയും. ഏതെങ്കിലും ഒരു നെർവിനെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നാഡീനെ മാത്രം ബാധിക്കുന്നതിനെ നമ്മൾ മോണോ ന്യൂറോപ്പതി എന്ന് പറയും. അതേപോലെ തന്നെ ശരീരത്തിൻ്റെ ഒരുപാട് ഭാഗങ്ങളിലെ നെർവ്സിനെ അല്ലെങ്കിൽ സങ്കീർണമായി കൊണ്ടുള്ള തന്നെ ഭാഗങ്ങളെ ബാധിക്കുകയാണെങ്കിൽ നമ്മളതിനെ പോളി ന്യൂറോപ്പതി എന്ന് പറയും. നാഡികളെയൊക്കെ തന്നെ ആവരണം ചെയ്തുകൊണ്ട് മൈലിൻ ഷീത്ത്, അതേപോലെ അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഗ്ലയൽ സെൽസ്, ഇതെല്ലാം ഉണ്ട്. ഈ സെൽസിനൊക്കെ തന്നെ എന്തെങ്കിലും കേടുപാടുകൾ അല്ലെങ്കിൽ ചെറിയ ചെറിയ ഡാമേജുകളൊക്കെ വരുന്ന സമയത്താണ് ന്യൂറോപ്പതി എന്ന കണ്ടീഷനിലേക്ക് ഇത് ലീഡ് ചെയ്യുന്നത്. ഒരു പരിധിവരെ പ്രായമാവുന്ന സമയത്ത് തേയ്മാനങ്ങൾ, വിയർ ആൻഡ് ടിയർ ഒക്കെ സംഭവിക്കുമ്പോൾ എല്ലാ ശരീരകോശങ്ങൾക്കും കേടുപാടുകൾ സംഭവിക്കുന്നത് പോലെ തന്നെ ന്യൂറോണുകൾക്കും അല്ലെങ്കിൽ നാഡികൾക്കും കേടുപാടുകൾ സംഭവിക്കും. ഒരു പരിധിവരെ നമ്മൾ പ്രായമാവുന്ന സമയത്ത് വിയർ ആൻഡ് ടിയർ, തേയ്മാനങ്ങളൊക്കെ സംഭവിക്കുമ്പോൾ ശരീരത്തിലെ എല്ലാ കോശങ്ങൾക്കും കേടുപാടുകൾ സംഭവിക്കും. ഇങ്ങനെ വരുന്ന ഡാമേജുകളൊക്കെ തന്നെ നമ്മൾ ഈ തേയ്മാനത്തിൽ നമ്മൾക്ക് തന്നെ അറിയാലോ, എന്താണ് എല്ലുകൾക്കൊക്കെ തേയ്മാനം വരുന്ന സമയത്ത് ഈ വേദനകൾ അതേപോലെ തരിപ്പുകളൊക്കെ വരും. അത് ശരീരത്തിൻ്റെ എല്ലാ കോശങ്ങളെയും ബാധിക്കും. അതേപോലെ തന്നെ നരമ്പുകളെ ബാധിക്കുമ്പോൾ നമ്മളതിനെ ന്യൂറോപ്പതി എന്ന് പറയും. ഇന്നത്തെ ജീവിതശൈലി രോഗങ്ങളായിക്കൊണ്ടുള്ള പ്രമേഹം, കൊളസ്ട്രോള്, അമിതമായ രക്തസമ്മർദ്ദം, പിന്നെ തൈറോയിഡ് ബുദ്ധിമുട്ടുകൾ, ഇതെല്ലാം തന്നെ നമ്മുടെ ഈ ന്യൂറോപ്പതിയിലേക്ക് ഇപ്പോൾ നയിക്കുന്നുണ്ട്. രക്തത്തിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടുതലാവുന്നതോടുകൂടി തന്നെ ശരീരത്തിൻ്റെ അഗ്രഭാഗങ്ങളിലേക്കൊക്കെ എത്താൻ ഈ രക്തം ഒരുപാട് ടൈം എടുക്കുകയും അതോടുകൂടി ആ ഭാഗങ്ങളിലേക്കുള്ള ന്യൂട്രിയൻസ്, പോഷകാഹാരങ്ങളൊക്കെ കുറയുന്നതോടുകൂടി അവിടെ നെർവ്സിന് ഡാമേജ് വരും. അതൊക്കെ നമ്മളുടെ ഈ ഒരു ഡയബറ്റിക്